ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം അതിന് ഓർഡറുകളുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ദൂരമാണ് പോകുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പം നമുക്ക് വേഗം പോയി എടുത്തിട്ട് വരാം. അപ്പോൾ രാവിലെയാണ്. അപ്പം ലച്ചു എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് പോവണം. ലച്ചു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്, ഞാനും ഏട്ടനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം വിചാരിച്ചു ട്രെയിന് പോകാമെന്ന്. അപ്പം ട്രെയിനൊക്കെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു എന്തായാലും ബസ്സിന് പോകാം, വണ്ടി കൊണ്ടുവന്ന് അടൂർ വെച്ചിട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ബസ്സിന് പോകുന്നതും നടന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ കാർ എടുത്തിട്ട് തന്നെ പോയി. അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്, ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. ഏകദേശം ഒരു 6-7 മണി ആയപ്പോഴത്തേന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി. ഞങ്ങൾ വേഗം ഇറങ്ങി. അങ്ങനെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഷോപ്പിൽ ചെന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ ചെന്നപ്പോൾ ഇങ്ങനായി. എന്താ, ഷോപ്പ് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ബേക്കറി കണ്ടു. വേഗം പോയി രാവിലെ ചായ ഒന്നും കൂടി രാവിലെ തന്നെ നാരങ്ങ വെള്ളവും ഒരു പപ്സും കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിലേക്ക് കയറി. ചേച്ചിമാർ ക്ലീനിങ് ഒക്കെയാണ്. അപ്പോൾ എനിക്ക് തന്ന ലിസ്റ്റിലുള്ള ആൾക്കാർക്കുള്ള സാധനങ്ങളും നമ്മുടെ ചിക്കൻ കറിയുടെ മെരി, ഇതാണ് ചിക്കൻ കറിയൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ചിക്കൻ കറിക്ക് അവർക്ക് വേണ്ട കളറുകളൊക്കെ, നമുക്ക് വേണ്ട കളറുകളൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച ഒരു കളറും നമുക്ക് കിട്ടിയില്ല. എങ്കിലും നമുക്ക് കുറച്ച് കളർ കിട്ടി. ബാക്കിയുള്ളതും കൂടെ നമുക്കിനി പർച്ചേസ് ചെയ്യണം. അപ്പോൾ അവർക്ക് തന്നെ 3 ഷോപ്പ് വരുന്നുണ്ട്. ഒന്നൊരു വലിയ ഷോപ്പാണ് അവർക്ക് വരുന്നത്. അവിടെ മെറ്റീരിയൽസും സ്കൂൾ ബാഗും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുള്ള വലിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെയും പോവാൻ ഞങ്ങളടുത്ത് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അടുത്ത് എല്ലാം ഒരു 2 കിലോമീറ്റർ ഇടയ്ക്കാണ് എല്ലാ കടകളും വരുന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത കടയും വിസിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു. ലാസ്റ്റ് മെറ്റീരിയൽസ് മാത്രമുള്ളൊരു കടയുണ്ട്, അവിടെയും കയറി. ഒക്കെ